നമ്മുടെ പ്രധാനമന്ത്രി മോദി രാജ്യത്തെ അതിവേഗം നമ്പർ 1 ആക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വളർച്ചയാണ് വാസ്തവത്തിൽ അമേരിക്കയെ ഭയപ്പെടുത്തുന്നത്. കാരണം അമേരിക്കയ്ക്ക് ഇന്ത്യയെ ആശ്രയിച്ചു മാത്രം ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെടുകയാണ്. അവിടെ നൈപുണ്യമുള്ള തൊഴിലാളികളില്ല. ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവിടെ ചീപ്പ് ലേബർ ഇല്ല. നമുക്കിത് രണ്ടുമുണ്ട്. നമുക്ക് ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. അവരെ പരിശീലനം കൊടുത്ത് നൈപുണ്യ വിദഗ്ധരാക്കാം. ഏത് മേഖലയിലും വിദഗ്ധരാക്കി മാറ്റാം. അവരുടെ ശമ്പളം കുറവാണ്. ഈ സാധ്യത തിരിച്ചറിഞ്ഞ് മോദി ചെയ്തത് എന്താണ്? അമേരിക്കയിലെയും യൂറോപ്പിലെയും ഒക്കെ ഭീമന്മാർക്ക് നമ്മൾ വാതിൽ തുറന്നു കൊടുത്തു. അത് മാത്രം ചെയ്താൽ മതി. വലിയ കമ്പനികൾ, ഗൂഗിളിനെയും മെറ്റയെയും മൈക്രോസോഫ്റ്റിനെയും എൻവിഡിയെയും കോഗ്നിസെന്റിനെയും പോലുള്ള വലിയ കമ്പനികൾ അമേരിക്കൻ ഭീമന്മാരാണ് ഇവരിൽ മിക്കവരും. ഈ സ്ഥാപനങ്ങൾ ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അതാണ് അവിടുത്തെ നിയമവും ചട്ടവും. അവർക്ക് അവരുടെ രാജ്യത്തോ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലോ അവരുടെ സംവിധാനങ്ങൾ ഒരുക്കി ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ വളരെ ഉയർന്ന ഗുണനിലവാരത്തിൽ ഇവിടെ അവർക്ക് സ്ഥാപനങ്ങൾ തുടങ്ങി വളരാൻ കഴിയും. ലാഭമാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് അവർക്ക് ഇവിടെ വന്ന് ഇതൊക്കെ തുടങ്ങാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുക, അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കി കൊടുക്കുക എന്നത് മാത്രമാണ് രാജ്യത്തിന്റെ ഉത്തരവാദിത്വം. അതാണ് മോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഒരു AI കോൺഫറൻസ് നടക്കുകയാണ് ഇപ്പോൾ. മുംബൈയിലും ഡൽഹിയിലും ബാംഗ്ലൂരിലുമാണ് കേന്ദ്ര ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തുന്ന ഈ 3 വലിയ AI കോൺഫറൻസുകൾ. ഈ AI കോൺഫറൻസിൽ പങ്കെടുക്കാൻ IT ഭീമന്മാരുടെ തലവന്മാർ ഇവിടെ എത്തി. അവർക്ക് മോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു, മോദിയുമായി ഊഷ്മളമായി സംസാരിക്കുന്നു, മോദിയോട് അവരുടെ ആശങ്കകൾ പറയുന്നു. അതിനൊക്കെ അപ്പോൾ തന്നെ പരിഹാരമുണ്ടാകുന്നു. അവർ അപ്പോൾ തന്നെ ഇന്ത്യയിലേക്ക് നിക്ഷേപം പ്രഖ്യാപിക്കുകയാണ്. ഇതാണ് ട്രംപിനെ ചൊടിപ്പിക്കുന്നത്. ട്രംപ് എല്ലാ നിക്ഷേപങ്ങളും അമേരിക്കയിൽ വേണം, അമേരിക്കൻ ഭീമന്മാർ മറ്റൊരു രാജ്യത്തേക്കും പോവരുത്, അതിനുവേണ്ടി മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് അധിക ചുങ്കം ഏർപ്പെടുത്തുന്നു. അങ്ങനെയാണ് ഇന്ത്യക്ക് 50% കയറ്റുമതി ചുങ്കം. അതായത് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക ചുങ്കം ഏർപ്പെടുത്തി. അതിന് പറഞ്ഞത് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് കുഴപ്പമാണെന്നാണ്. നമ്മൾ ആ വാങ്ങൽ നിർത്തി. പക്ഷെ എന്നിട്ട് ചുങ്കം കുറച്ചോ ഇല്ല. യഥാർത്ഥ പ്രശ്നം എന്താണ്? ട്രംപ് വിചാരിക്കുന്നത് ആരും അങ്ങോട്ടൊരു സാധനം അയച്ചു തരണ്ട, അവിടെ എല്ലാവരും ഉൽപ്പാദിപ്പിച്ചിട്ട് ഞങ്ങൾ എല്ലായിടത്തേക്കും കയറ്റി അയക്കട്ടെ. അതിനാണ് ലോകരാജ്യങ്ങളുമായി വ്യാപാര കരാർ ചർച്ചയ്ക്ക് ട്രംപ് ഇറങ്ങിയിരിക്കുന്നത്.